അതൊക്കെ അറിഞ്ഞാ മതിയല്ലോ. അതൊക്കെ പക്ഷെ എനിക്ക് എന്തായി പൈസ കിട്ടിയാ? പൈസ കിട്ടി. കിട്ടിയാ? പാർട്ടി ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. കാര്യമുണ്ടാ എന്തെല്ലാം പറഞ്ഞു ഇവിടെ കള്ളി കള്ളി. ഓ സാരമില്ല, ക്ലീറ്റോ അല്ലേ. കിട്ടിയല്ലോ എന്തായാലും, അത് തന്നെ നല്ലത്. ഇവിടെ ഇരിക്കേ, ചായ കുടിച്ചിട്ട് പോവാ. ചായ വേണ്ട, ഞാൻ എന്താ വരുന്നത്. ഇപ്പൊ ഇരുന്നേ ഉള്ളു, വാ. ചായ വേണ്ട, നീ ഇരിക്കും, നീ റെസ്റ്റ് എടുക്ക്. 10,000 രൂപ. ചേച്ചിനെ എന്തൊക്കെ ദുഷ്ട. നമ്പാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്താടാ? എന്തോ അതെന്നെക്കൊള്ള അടിയാ. എന്തിന്? രാവിലെ ഫോൺ എന്റെ താഴെ വീണു. എന്തിനാണ് അവന്റെ ഫോൺ എടുക്കാൻ പോണത്? നീ മേടിച്ചോ, കിട്ടണത് മേടിച്ചോ. അടിക്കല്ലേ ഒരു അനുസരണ പറഞ്ഞ അവനറിയാതെ ചെയ്ത ക്ലീറ്റോ. ഫോണില് ആരുമില്ല, ഒന്നും ചെയ്യൂല. ഫോണില് പൊട്ടിയോ? പൊട്ടിയില്ല, പൊട്ടും. ഞാനൊരു സംഭവം കാണിച്ചു തരാം, കണ്ടോ? അപ്പൊ ഇതാണ് എന്റെ തങ്കമ്മ. അമ്മയുടെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഡയറി, ഞാൻ പൈസ വെക്കുന്ന ഡയറി. അതാ കള്ളി എന്നെ പറയിപ്പിക്കാനായിട്ടുണ്ടായത്. അയ്യേ മാറങ്ങട്ട്. അതെ, ഞാൻ സാധാരണ എൻ്റെ ഫോൺ അവൻ എടുക്കുമ്പോൾ അവനെ ഞാൻ വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അവൻ ഫോൺ എടുത്തതുകൊണ്ട് എൻ്റെ പൈസ എവിടെ പോയി എന്ന് എനിക്ക് അറിയാൻ പറ്റി. ചേച്ചി തള്ള മനസ്സിൽ കള്ളം ഉണ്ടെങ്കിലും പിള്ള മനസ്സിലും കള്ളമില്ല, ടെക്നോളജിയും കള്ളം പറയില്ല. തക്കുടിഞ്ഞു വന്നേ, വാ, നിനക്ക് പെട്ടെന്ന് വൈറലാകാൻ ഒരു വ്ലോഗ് തരാം. വാ. മോശമായി പോയി ചേച്ചി, ഒരു മനുഷ്യൻ നെഞ്ചു പൊട്ടി എത്ര പ്രാവശ്യം പറഞ്ഞു എടുത്തെടുത്താന്ന്. അപ്പോഴൊക്കെ പിന്നെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചടി, നീ എടുക്കാം. അപ്പൊ നീ യവന്റെ മേശ ഇരുന്ന പൈസ എവളാണ് ഡയറിയിൽ നിന്ന് എടുത്തത്, അല്ലാതെ വേറെ ആരും ഇല്ല. കള്ളി. എടാ ഫോൺ കാണിച്ചോട് മക്കളെ, കാണിച്ചോട്. കാണും. കണ്ടോ കണ്ടോ അങ്ങനെ ഇരിക്കുന്നു. കള്ളിയേ കള്ളി. വീട്ടുകാരെ പറയിപ്പിക്കാൻ നിൽക്കുന്ന നില നോക്കിയാണ്. ഇനി മേലാ മോട്ടിക്കാൻ. എന്തൊരു അതിക്രമമായി പോയെന്നാണ്. നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ, അത് കഴിഞ്ഞ് നിനക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്.